എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ഒരു സമാധാനമായി അമ്മയെ കണ്ട. ഒന്നുമില്ല, പിന്നെ ട്രെയിൻ സമയത്ത് കിട്ടിയ. ഞാനിപ്പോൾ ട്രെയിനിലല്ല വന്നത്, ബസ്സിൽ. അവൻ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ടെന്ന്. അവൻ കയറ്റി വിട്ടെന്നേ പറഞ്ഞോളൂ. എങ്ങനെ വന്ന് പിന്നെ ഈ ബസ്സിൽ എങ്ങനെ കുത്തിഞ്ഞെരിങ്ങി വന്ന്? ഞാൻ AC ബസ്സിലല്ലേ വന്നത്. ലോ ഫ്ലോറിലാ? അവളെവിടെ? ഓ, അവളവിടെ അകത്തുണ്ട്. എന്താ അവൾക്ക് ഇപ്പം കുഴപ്പം? ഇങ്ങോട്ട് വരാത്തത്? അല്ല അമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ട്. ഈ മോളെ അമ്മ മാസം തികഞ്ഞ് എന്നെ പ്രസവിച്ചത്. കാലുറച്ചിട്ടില്ലേന്ന് എനിക്കൊരു സംശയം. ഇന്നലെ തലകുത്തിന് അവിടെ വീണേക്കണ്. അതെങ്ങനെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് പോയ പോക്കാ? അല്ല പിന്നെ അവളെന്തോ ചെയ്യാനാ? അവൾക്ക് സമാധാനം കൊടുക്കണ്ടേ? സമാധാനം ഇല്ല, സമാധാനം നടക്കുമല്ലേ അവളിപ്പം നിന്റെ കാരണം. ഇപ്പം ഞാനാണ് കുഴപ്പക്കാരൻ. കൊള്ളാം. വലിയ വീഴ്ചയാണോ വീണത്? വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത വീഴ്ച തന്നെ. ഇപ്പൊ എന്താണ് അവൾക്ക് കുഴപ്പം? അയ്യോ, അങ്ങനെ ഇറങ്ങി വരാനൊന്നും പറ്റൂല. നടുവിലങ്ങിയതാ, കിടക്ക. ഒരാളുടെ സഹായം ഇല്ലാതെ എഴിക്കാനൊന്നും പറ്റൂല. ഓ, കുഴപ്പമില്ല അമ്മ, വീണതാന്ന്. നീ വിളിച്ചപ്പോ ഒന്നും പറയണ്ടായിരുന്ന? സംഭവം വീണപ്പോ ഞാനും വിചാരിച്ചു ഇവള് അഭിനയിക്കണേന്ന്. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ അറിഞ്ഞത് ഇച്ചിരി കുഴപ്പമാണെന്ന്. ഞാൻ നേക്കട്ടെ, ഇങ്ങനെ എപ്പോഴെപ്പോഴും എഴുന്നേക്ക് സപ്പോർട്ട് ചെയ്യടി. അതൊന്നെടുത്ത് വൈകൊച്ചേ. അല്ല, അവള് തന്നെ 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 നീങ്ങും. പിടിക്കും. മെല്ലെ മെല്ലെ കൈക്ക് ബലം കൊടുക്ക്. നടുവിന് അധികം സ്ട്രെയിൻ കൊടുക്കണ്ട. മെല്ലെ. ഓക്കെ. ഇത്രയാണെന്ന് ഞാൻ മറ്റേ ഗുളിക കൊടുത്തായിരുന്നോ? പടിയിൽ ചവിട്ടി വീണ. ഇത്രയും വയ്യാഴിക നീ വിളിച്ചപ്പോ ഒന്ന് പറയണ്ടായിരുന്ന ക്ലീറ്റസേ? ഞാനിപ്പോ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ കനകനും എല്ലാം അറിഞ്ഞ് ജമന്തി എല്ലാവരും കൂടെ ഓടി ബഹളം അടിച്ച് ടെൻഷൻ അടിച്ച് വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ. എല്ലാവരും കൂടെ വരാതെ നീ ഒറ്റയ്ക്ക് അങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്യുമോ? അതെങ്ങനെയാ? അയ്യോ, ഒറ്റയ്ക്കെന്ന് പറഞ്ഞിട്ട് നോക്ക്, മോക്ക് ഒരു കുറവില്ലാതെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ. ഞാൻ ഇടയ്ക്ക് അടുക്കളയിൽ പോകുമ്പോൾ അവൾ വിളിക്കും, പിന്നെ അങ്ങോട്ട് വരണം, പിന്നെ മരുന്നെടുത്ത് കൊടുക്കണം, പിന്നെ ഇച്ചിരി മേല് തുടച്ചു കൊടുക്കല്, ഇതെല്ലാം കൂടെ ഒരു കണക്കിന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നാളെയൊക്കെ ഇച്ചിരി മീറ്റിംഗ് ഉണ്ടമ്മ പാർട്ടിയുടെ, അതിൻ്റെ ഒരു ടെൻഷനില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാനാ? അല്ല, അമ്മയ്ക്ക് ഇന്ന് വൈകിട്ട് എത്ര മണിക്കാണ് ബസ്? ഞാൻ ഇന്ന് എന്തായാലും പോണില്ല. ഇന്ന് നല്ല 3-4 ഇതിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് അവൾ എഴുന്നേറ്റ് നടന്നിട്ടേ എനിക്ക് പോകാൻ പറ്റൂല. അത് ഞാൻ പോണില്ല. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാൻ, അമ്മയ്ക്ക് കട്ടൻ വേണോ ചായ വേണോ? നിനക്കടി കട്ടൻ. തക്കളിക്ക് പാല് മതിയോ? ഞാനിന്ന് അടുക്കളയിലോട്ട് ചെല്ലട്ടോ. പുട്ടിന് മാവൊക്കെ കുഴച്ച് വെച്ചേക്കാം. അയ്യോ എന്റെ പൊന്നു ഡാഡി, പുട്ട് മാത്രം ഉണ്ടാക്കല്ലേ ഡാഡി. ഇന്നലെ തന്നെ അത് കഴിച്ചൊന്ന് ഇറക്കാൻ പറ്റേ പാട്. എന്നിട്ടാണ് രണ്ട് കുറ്റി പുട്ട് അകത്താക്കിയിട്ടാണ് കൊള്ളത്തിലും തക്കളി. ഒറ്റ ദിവസം കൊണ്ട് കൊച്ചു ക്ഷീണിച്ചറിയാമോ? അതിന് ബാക്കി രുചിയായിട്ടില്ലാതെ ഒന്നും അതിനെ കൊണ്ട് കഴിക്കാനും ഒന്നും പറ്റത്തില്ല. നീ ഇവിടെ നില്ല്, ഞാൻ അടുക്കളയിൽ പോയി പറ്റത്തില്ല. അവനെ കൊണ്ട് നേരെ സമയത്തും കാലത്തൊന്നും നടക്കത്തില്ല. കൊച്ചിന് ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും. അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പുട്ടയിലോട്ട് വെക്കണം, ചായ ഇടണം, അത്രേ ഉള്ളൂ. അത് ഞാൻ പോയി ചെയ്തോളാം. അതുമല്ല, പുളിയില ഊരിയിട്ട് ഇത്തിരി വെള്ളം തിളപ്പിച്ചൊന്ന് ആവി പിടിച്ചു നോക്കട്ടെ ഞാൻ എന്താണെന്നുള്ളത്. വേണ്ട അമ്മ, ഇനി വെള്ളമൊക്കെ എടുത്ത് പൊക്കി. അല്ല, വെള്ളം ഞാൻ കോരി തരാം. വേണ്ട, അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ എല്ലാം പോയി ചെയ്തോളാം. മക്കൾ ഈ പേഴ്സ് കണ്ട് അങ്ങോട്ട് അവിടെ ഇട്ട് തിരിച്ചു വെച്ചു. ഞാൻ പോയിട്ട് ഞാനേ അടുക്കളയോട്ട് വരാം അമ്മയെ സഹായിക്കാൻ. എനിക്കൊന്ന് തേക്കാനൊക്കെ ഒരു കുഴപ്പമില്ല. മക്കളെ എഴുന്നേക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം. വിലങ്ങും വളരെ മക്കളെ അമ്മ നോക്കിക്കൊള്ളണേ. ഞാൻ ശ്രദ്ധിച്ചോളാം. അടുക്കളയിൽ ഞാൻ വരാം അമ്മ സഹായിക്കാൻ. കാര്യമായിട്ടൊന്നും ചെയ്യണ്ടാ. നോക്കിക്കൊള്ളാം. എങ്ങനെയുണ്ട് കോമ്പിനേഴ്സിനെ വിളി, അവരെ വിളി, അവരെ വിളി. കണ്ടോ, ഇതാണ് ബുദ്ധി വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധി. അത് നിങ്ങളുടെ ബുദ്ധിയല്ല, എൻ്റെ അമ്മയാ പോയതാ. Alien versus Alien.